ഓട്ട മത്സരം ഓടിത്തീർന്ന് ഫിനിഷിംഗ് ലൈൻ എത്തുമ്പോൾ കിട്ടുന്ന മെഡലോ ട്രോഫിയോ അല്ല പരിശുദ്ധാത്മാവ്. പിന്നെയോ ഈ ജീവിതത്തിൻ്റെ ഓട്ടം നന്നായിട്ട് ഓടാൻ വേണ്ടി സ്റ്റാർട്ടിംഗ് പോയിന്റിലെ നിനക്ക് തരുന്ന ഗ്ലൂക്കോസാണ് പരിശുദ്ധാത്മാവ്. നമുക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടുണ്ട്. കൂദാശകളിലൂടെ, മാമോദീസായിലൂടെയും തൈലാഭിഷേകത്തിലൂടെയും ഒക്കെ നമ്മളിലൊക്കെ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചോദിക്കും, പിന്നെന്താ ഈ ആത്മാഭിഷേക ധ്യാനം, പരിശുദ്ധാത്മ അഭിഷേക പ്രാർത്ഥന, ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? നമുക്ക് കൂദാശകളിലൂടെ കിട്ടിയ പരിശുദ്ധാത്മാവ് ചാരം മൂടിക്കിടക്കുകയാണ്. നമ്മൾ വേണ്ട വിധം ശ്രദ്ധിച്ചിട്ടില്ലാത്തത് കൊണ്ട് അതിനെ വീണ്ടും ജ്വലിപ്പിക്കുകയാണ്. പ്രിയമുള്ള ദൈവജനമേ, പൗലോസ്ലീഹ പറയുന്നത് പോലെ വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പരിശുദ്ധാത്മാവ് തന്നെ അവാച്യമായ നെടുവീർപ്പുകളാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആത്മാവ് നിറയുമ്പോൾ